ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. അഞ്ചാണോ നാലോ അഞ്ചോ വേറൊരു സിനിമയുടെ പൂജ കഴിഞ്ഞാണ്. സന്തോഷം. എന്നെ അംഗീകരിച്ച പ്രേക്ഷകർ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകർ എല്ലാവർക്കും, നെഗറ്റീവ് പറയാനൊക്കെ പോസിറ്റീവ് പറയാൻ എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഈ നിൽക്കുന്നത്. പിന്നെ ദൈവാനുഗ്രഹം, സുധിച്ചേട്ടൻ അനുഗ്രഹം. താങ്ക് യു സോ മച്ച്. പ്രതീക്ഷ ഉണ്ട്. എൻ്റെ പേരായിട്ട് ഹസ്ബൻഡായിട്ടാണ് അഭിനയിക്കുന്നത്. സാറ് തന്നെ ഡയറക്ടർ സാർ തന്നെ അത് പറഞ്ഞായിരുന്നു. ഞാനും പ്രതീക്ഷ വൈഫ് ആൻഡ് ഹസ്ബൻഡായിട്ടാണ് ഫാമിലി സർക്കസ് മൂവിയിൽ അഭിനയിക്കുന്നത്. നിതീഷ് നാരായണൻ തന്നെ ഇത് പറഞ്ഞു പുറത്ത് വിട്ടത്. അതെ, കണ്ടിന്യൂ ഒരു വേഷമാണ്, നല്ല വേഷമാണ്. ജിൻഡോയാണ് ക്യാരക്ടർ. ഒരുപാട് ഒത്തിരി സന്തോഷം ഈ ഒരു മൂവിയിലേക്ക് വിളിച്ച ചേഞ്ച് മൂവി സാറ് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. കാരണം ഒരുപാട് പേര് അഭിനയത്തെ കുറ്റപ്പെടുത്തുമ്പോൾ വലിയൊരു ഡയറക്ടറാണ് ഇത്രയും പേരുടെ മുന്നിൽ പറഞ്ഞത്. രേണുസുതി അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറ് കൈയടിച്ചായിരുന്നു. എന്നിട്ട് പറഞ്ഞാൽ നന്നായിട്ട് ചെയ്തു. ഒരൊറ്റ ടേക്കെന്നൊന്നും ഞാൻ പറയത്തില്ല, ടേക്കിൽ രേണു നന്നായിട്ട് ചെയ്തു എന്ന് സാറിൻ്റെ വായിൽ നിന്നത് കേട്ടപ്പോൾ ഇപ്പം ഇത്രയും പേരുടെ മുന്നിൽ നിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ അഭിമാന നിമിഷമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. കാരണം അതാണ് എല്ലാവരും കുറ്റപ്പെടുത്തും, അഭിനയം ശരിയില്ല കുറ്റപ്പെടുത്തിക്കോട്ടെ. ഓരോരുത്തരെ ഇതുപോലെ അല്ലല്ലോ നമ്മളിപ്പോൾ പഠിച്ചു വരുന്നതാണ്. പക്ഷേ സാറിൻ്റെ വായിൽ നിന്ന് ആ ഒരു ഇത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേര് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മുന്നോട്ട് ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും സ്നേഹവും എനിക്കും എൻ്റെ ഫാമിലിക്കും എൻ്റെ കുഞ്ഞു മക്കൾക്കും 2 മക്കൾക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. അസ്വസ്ഥതയാണ്. അവനെതിരെ എങ്ങനെ പണി വയ്ക്കാം, എങ്ങനെ പാര വയ്ക്കാം, ഇല്ലാത്തത് എന്തെല്ലാം ചേർത്ത് വെച്ച് അവനെ തകർക്കാം. പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ആ സിനിമാ താരങ്ങളെന്ന് പറയുന്നത് ഉഗ്രൻ സിനിമയാണ്. അതിനു മുമ്പ് എനിക്ക് നിതീഷിനെ അറിയില്ല. പക്ഷെ അതിനുശേഷം നിതീഷ് എന്നെ വിളിച്ചു, ചേട്ടാ ആ വർക്ക് ഒന്ന് പെൻഡിങ് ആവുകയാണ്, 3 പ്രൊഡ്യൂസർമാരുള്ളതിൽ ഒരു പ്രൊഡ്യൂസറിന് എന്തോ കുറച്ച് അസൗകര്യം വന്നു. ഞാൻ നിതീഷിനോട് പറഞ്ഞു, ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ് കേട്ടോ. കാരണം